Okay, good afternoon all. Good afternoon. Okay. എല്ലാരും എത്തിയോ? ഷാരോൺ, ജിനു, തുഷാരൊക്കെ ഞാൻ ഒരാളും കൂടി ഉണ്ടായിരുന്നല്ലോ. ജാസ്മിൻ ഇന്ന് ഉണ്ടായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ ജാസ്മിൻ? ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നില്ല? ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു. ഓക്കെ. ജാസ്മിൻ എന്തൊക്കെ? ഓക്കെ. അല്ല മിസ്, ഇല്ലായിരുന്നു. ഇല്ലായിരുന്നു എന്നാണോ? ആ ഓക്കെ ഓക്കെ. എന്തെങ്കിലും ഉണ്ടാവും. ഓക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? അപ്പൊ നമ്മള് ഓൾമോസ്റ്റ് ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ദെൻ കഴിഞ്ഞ ഒരു ഫ്രൈഡേ നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല അല്ലെ? ക്ലാസ് വിട്ടുപോയി. മീൻസ് അത് കുറച്ചൊരു ചേഞ്ചസ് വന്നതുകൊണ്ടാണ് കേട്ടോ. ദെൻ ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മള് ഇവിടെ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തോന്നുന്നത് അല്ലെ? ടു നോ മിഫ്ഡ് ആൻഡ് ആംഗ്രി പേഷ്യൻസ് അവിടെ വരെയല്ലേ നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സില്? ഓർമ്മയുണ്ടോ? ആണോ? റെസ്പോൺസ് ഒന്നും ഇല്ലാലോ. അവിടെ വരെയല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? ടു നോ മിഫ്ഡ് ആൻഡ് ആംഗ്രി പേഷ്യൻസ് അല്ലേ ഷാരോൺ? ആണോ? അല്ലേ ഷാരോൺ? അവിടെ വരെയാണോ എടുത്തത്? ടു നോ മിഫ്ഡ് ആൻഡ് ആംഗ്രി പേഷ്യൻസ് വരെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? എന്തായാലും പ്രിന്റ് ഇല്ലാത്തത് കൊണ്ട് ഓർക്കുന്നില്ല മിസ്സേ. എന്താ പ്രിന്റ് ഇല്ല? അന്നില്ലായിരുന്നു, ഇപ്പൊ ഉണ്ട്. ഓക്കെ ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടു നോ മൂന്നാമത്തെ പോയിന്റ് ആയിട്ടുള്ള ടു നോ മിഫ്ഡ് ആൻഡ് ആംഗ്രി പേഷ്യൻസ് വരെയാണ് പറഞ്ഞത് കേട്ടോ. ദെൻ നമുക്കത് ഒരു പ്രാവശ്യം കൂടി ഒന്ന് വായിക്കാം. ഓക്കെ, ഷാരോൺ ഒന്ന് വായിച്ചോളൂ കേട്ടോ. ഫസ്റ്റ് ആ ഒരു പാരഗ്രാഫ് ഒന്ന് വായിച്ചോളൂ. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഓക്കെ, വായിച്ചോളൂ. എല്ലാ മൂന്നുപേരുടെ കയ്യിൽ കോപ്പി ഉണ്ടോ? തുഷാര, കയ്യിൽ കോപ്പി ഉണ്ടോ? ആ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല, സാരമില്ല. കോപ്പി ഇല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുക. ഓക്കെ, ഷാരോൺ വായിച്ചോളൂ കേട്ടോ. പോയിന്റ് മൂന്നാമത്തെ പോയിന്റ് വായിച്ചോളൂ. Every hospital meets a situation where they should deal with the energy patients. It's a challenging task to cope with such a patient, and especially when they exhibit their frustrations on hospital. Patient can be upset because of a various responses such as a daily in appointments, long patient wait times, wrong diagnosis and treatment, absence of quality care, and a loss to more. And if hospital don't address their issues, they might even face legal treats from patients. Hospital can discharge such a situation. So it's better to learn how to cope with the patient. As a care provider, hospital need to realize the warning sign and control the situation before it gets worsened, and need to create best practice and follow them to handle energy patients. Angry patients. Okay. അപ്പൊ നമ്മൾ പറഞ്ഞത് ടു നോ മിഫ്ഡ് ആൻഡ് ആംഗ്രി പേഷ്യൻസ്. മിഫ്ഡ് മീൻസ് നമ്മൾ പറഞ്ഞു ദേഷ്യമുള്ളത്, അല്ലെങ്കിൽ എന്താ പറയാ ഒരു അങ്ങനത്തെ ഒരു എപ്പോഴും ഒരു ആംഗ്രി ആയിട്ടിരിക്കുന്ന ഒരു പേഷ്യൻസിന്റെ കാര്യങ്ങൾ അല്ലെ? അപ്പൊ ഒരു ഹോസ്പിറ്റല് ഇങ്ങനെയുള്ള ആംഗ്രി പേഷ്യൻസിനെ നേരിടേണ്ടി വരും. അപ്പൊ എങ്ങനത്തെ രീതിയിലൊക്കെയാണ് അവര് ഡീൽ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ദെൻ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് implementing strategies to deal with angry patients. ഇനി ഇങ്ങനെയുള്ള ആംഗ്രി പേഷ്യൻസിനെ എന്തെല്ലാം സ്ട്രാറ്റജീസിലൂടെ, അതായത് എന്തെല്ലാം തന്ത്രങ്ങൾ അല്ലെ, എന്തെല്ലാം വിധത്തിൽ നമുക്ക് അവരെ ഇംപ്ലിമെന്റ് ചെയ്യാം, അല്ലെങ്കിൽ അവരെ എങ്ങനെയൊക്കെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതെന്നാണ് ഇതിൽ പറയുന്നത്.
അങ്ങനെയല്ലേ എടുത്തത് കുട്ടികളെ, ആണോ? ഓക്കെ ഓക്കെ, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ. ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസ് ടു ഡീൽസ് വിത്ത് ആംഗ്രി പേഷ്യൻസ്. എങ്ങനെയൊക്കെയാണ് നമ്മൾ ആംഗ്രി പേഷ്യൻസിന് നമ്മൾ ഡീൽ ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ പറയുന്നത്. ഓരോ സ്റ്റെപ്പ് ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കണം കേട്ടോ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. 3 പേരുടെ കയ്യിൽ ഇപ്പൊ കോപ്പി ഉണ്ടോ? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്കൊന്ന് വായിക്കാം. നമുക്ക് നോട്ട്ബുക്കിൽ ഒന്ന് എഴുതേണ്ടതായിരുന്നു. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഫസ്റ്റ് നോക്കാം, സ്റ്റെപ്പ് 1 എന്താണ് ആദ്യം പറയുന്നത് നോക്കാം. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ? ചെറിയ കുഞ്ഞു ഹാൻഡ് റൈറ്റിംഗ് ആണ്, കുഴപ്പമില്ല, ഒന്ന് വായിക്കാൻ ശ്രമിക്കാം. ഞാൻ വായിക്കാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അക്നോളജ് ആൻഡ് ലിസൺ ടു പേഷ്യൻസ് കംപ്ലൈൻസ് calmly. അതായത് എന്താണ് അക്നോളജ്മെന്റ് അല്ലെ? അക്നോളജ് ആൻഡ് ലിസൺ ടു പേഷ്യൻസ് കംപ്ലൈൻസ് calmly. അതായത് പേഷ്യൻസിന്റെ കംപ്ലൈൻസ്, അവരുടെ പരാതികൾ അല്ലെ, ശാന്തമായിട്ട് കാമായിട്ട്, എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ വളരെ ശാന്തമായിട്ട് എന്ത് ചെയ്യണം, അത് സ്വീകരിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുക. എന്താണോ അവരുടെ പ്രോബ്ലം, അതിനെ നമ്മൾ സ്വീകരിക്കുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത്. Acknowledge and listen to patients' complaints calmly. Then second step നോക്കാം, trying to understand the root cause of the problem. അല്ലെ, എന്താണ് ഒരു പ്രശ്നത്തിന്റെ അടിവരയിടാൻ ഒരു ശ്രമിക്കണം. പ്രശ്നത്തിന്റെ ഒരു റൂട്ട് കോസ് അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു കാരണം, അല്ലെങ്കിൽ ഒരു മൂലകാരണമൊക്കെ ഉണ്ടാവില്ലേ, അതെന്താണെന്ന് ഒരു അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അതിനൊന്ന് മനസ്സിലാക്കുക. എന്താണ് ആ ഒരു പ്രശ്നത്തിന്റെ ഒരു കാരണം ഉണ്ടാവുമല്ലോ, ആദ്യം തന്നെയുള്ള കാരണം, അപ്പൊ അതെന്താണെന്നൊന്ന് മനസ്സിലാക്കുക. Then step 3 നോക്കാം, avoid being defensive and respond with empathy. ഡിഫൻസ് മീൻസ് പ്രതിരോധം എന്നൊക്കെ പറയില്ലേ നമ്മള്. ഓക്കെ, അപ്പോ പ്രതിരോധം ഒഴിവാക്കി ഒരു സഹാനുഭൂതി ആ പേഷ്യൻസിൽ വളർത്തുക. ഒരു പ്രതിരോധമൊക്കെ മാറ്റി ഒരു നല്ലൊരു സഹാനുഭൂതി വളർത്തുക. Then step 4 പറയുന്നത് നോക്കാം, make the patient feel that their concerns are taken seriously. Make the patient feel that their concerns are taken seriously. അല്ലെ, അതായത് ഇപ്പൊ രോഗിക്ക് അല്ലെങ്കിൽ ഒരു ആശങ്ക ഒരു ഗൗരവമായി എടുക്കുന്നെന്ന് തോന്നിയാൽ, ഇപ്പൊ ഒരു രോഗി ഭയങ്കര ടെൻഷനാണ്, അല്ലെങ്കിൽ പിന്നെ കാരണങ്ങളാണ്, അയ്യോ എന്തെങ്കിലും പറ്റുന്ന കുറച്ച് നമുക്ക് പറഞ്ഞില്ലേ, നമ്മൾ ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് അവർക്ക് ദേഷ്യം ഉണ്ടാവും, അവരുടെ രോഗാവസ്ഥ കാരണം എന്തെങ്കിലും സംഭവിക്കോ, അങ്ങനെയുള്ള ടെൻഷൻസും കാര്യങ്ങളൊക്കെ വരാം അല്ലെ. അപ്പോ അങ്ങനെയുള്ള ടെൻഷൻസും കാര്യങ്ങളും അങ്ങനെയുള്ള ഒരു ആശങ്ക ഗൗരവമായിട്ട് എടുക്കുന്നു തോന്നിയാല് രോഗികൾക്ക് എന്താ ഒരു തോന്നല്, ആശങ്ക എന്താ പറയാ, മേക്ക് ദ പേഷ്യൻസ് ഫീൽ ദാറ്റ് their concerns are taken seriously. അതായത് ആശങ്ക ഗൗരവമായിട്ട് എടുക്കുന്ന തോന്നല് രോഗികൾക്ക് ഉണ്ടാക്കണം. അതായത് ആളുടെ പ്രശ്നം നമ്മൾ ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്തെങ്കിലും ചെയ്യും എന്നുള്ളൊരിത് അവർക്ക് തോന്നണം. പേഷ്യൻസിന് ആ ഒരു തോന്നൽ ഉണ്ടാക്കി കൊടുക്കുക എന്ന്. അതായത് പേഷ്യൻസിന്റെ ആംഗ്രി പേഷ്യൻസ് അറിയിച്ചു. അപ്പോ അവരുടെ ആ ഒരു അവരുടെ സങ്കടം അല്ലെങ്കിൽ അവരുടെ പ്രശ്നം നമ്മൾ മനസ്സിലാക്കി, ഞങ്ങൾ ശരിയാക്കി തരാം, നമുക്ക് ഇതെല്ലാം റെഡിയാക്കാം എന്നുള്ളൊരു ഇത് നമ്മുടെ ഭാഗത്ത് നിന്ന് അവരോട് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു ഫീല് അവരിൽ ഉണ്ടാക്കുക. അതാണ് സ്റ്റെപ്പ് 4 പറയുന്നത് കേട്ടോ. ഇനി സ്റ്റെപ്പ് 5 നോക്കാം, അപ്പോളജൈസ് ആൻഡ് ടേക്ക് ക്വിക്ക് ആക്ഷൻ ടു സെറ്റിൽ ദ പ്രോബ്ലം. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണം, അപ്പോളജൈസ് ചെയ്യുക, അതിനെതിരെ എന്ത് ചെയ്യുക, ക്വിക്ക് ആക്ഷൻ സെറ്റിൽ ദ പ്രോബ്ലം. ആ ഒരു പ്രോബ്ലം ഇനി ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു അപ്പോളജൈസ് കൊടുക്കുക. അപ്പോളജൈസ് ചെയ്തിട്ട് ദെൻ ആ ഒരു പ്രോബ്ലം എന്താണോ അതൊന്ന് സെറ്റിൽ ചെയ്ത് കൊടുക്കുക. ആ പ്രോബ്ലത്തിന്റെ എന്തെങ്കിലും പരിഹാരം സൊല്യൂഷൻ കണ്ടുകൊടുക്കുക. Then last one, step 6 പറയുന്നത് നോക്കാം, communicate clearly about what you can do about the situation. Communicate clearly about what you can do about the situation. ഒരു സാഹചര്യത്തെ കുറിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ച് ഒരു ആശയവിനിമയം ചെയ്തു കൊടുക്കണം. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അപ്പൊ നമ്മൾക്ക് ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു തരാം എന്ന രീതിയിൽ അവരായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേണം. ഇതാണ് 6th സ്റ്റെപ്പിൽ പറയുന്നത്.
ഒന്നും കൂടി ഫസ്റ്റ് തുടങ്ങി ഒന്നും കൂടി ടീച്ചർ വായിക്കാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. സ്റ്റെപ്പ് 1 പറയുന്നത് acknowledge and listen to patients complaints calmly. അതായത് പേഷ്യൻസിന്റെ കംപ്ലൈൻസ് ശാന്തമായിട്ട് സ്വീകരിക്കുകയും അതിനെ എന്ത് ചെയ്യുക, അംഗീകരിക്കുകയും ചെയ്യണം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറയുന്നതോ try to understand the root cause of the problem. പ്രശ്നത്തിന്റെ ആന്തരികമായിട്ടുള്ള അല്ലെങ്കിൽ ആദ്യമായിട്ടുള്ള അത്യന്തമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവുമല്ലോ, നമ്മള് കോമൺ ആയിട്ട് പറയില്ലേ, ഇതിന്റെ ഒരു തുടക്കം സ്റ്റാർട്ടിങ് എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അത് എന്താണെന്ന് മനസ്സിലാക്കുക. ദെൻ അതിനൊന്ന് അടിവരെ ഇടുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി സ്റ്റെപ്പ് 3 പറയുന്നത് നോക്കാം. അവോയ്ഡ് ബീയിങ് ഡിഫെൻസീവ് ആൻഡ് റെസ്പോണ്ട് വിത്ത് എംപതി. അല്ലെ, ഈ പ്രതിരോധമൊക്കെ ഒഴിവാക്കി അവരോടൊരു സഹാനുഭൂതി, ഒരു എംപതി നമ്മൾ പ്രകടിപ്പിക്കണം. Then step 4 പറയുന്നത് make the patients feel that their concerns are taken seriously. അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കി നമ്മൾ അതിനുള്ള സൊല്യൂഷൻസ് തരും എന്നുള്ളൊരു ഫീല് അവരിൽ പേഷ്യൻസിൽ ഉണ്ടാക്കിയെടുക്കുക. Then step 5 നോക്കാം. apologize and take quick actions to settle the problem. അല്ലെ, അതായത് അപ്പോളജൈസ് ചെയ്യുക, ദെൻ ആ ഒരു പ്രോബ്ലത്തിന് സെറ്റിൽ ചെയ്ത് കൊടുക്കുക, അതിനുള്ള ക്വിക്ക് ആയിട്ടുള്ള പെട്ടെന്നുള്ള ഒരു ആക്ഷൻ ചെയ്ത് കൊടുക്കുക. ഇനി സ്റ്റെപ്പ് 6 നോക്കാം. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി അബൌട്ട് വാട്ട് യു ക്യാൻ ഡു അബൌട്ട് ദ സിറ്റുവേഷൻ. അല്ലെ, ആ ഒരു സാഹചര്യത്തെ കുറിച്ച് നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതാണ് ഒരു ഇംപ്ലിമെന്റേഷൻ സ്ട്രാറ്റജീസ്, അല്ലെങ്കിൽ ഒരു ആംഗ്രി പേഷ്യൻസിനെ എങ്ങനെയൊക്കെയാണ് നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെന്ന് പറയുന്ന കുറച്ചൊരു 6 സ്റ്റെപ്പുകളാണ് പറഞ്ഞത് കേട്ടോ. ക്ലിയർ ആയോ 3 പേർക്കും? ക്ലിയർ ആയോ? ഓക്കെ, ഇനി നിങ്ങളൊന്ന് വായിക്കാം കേട്ടോ, 3 പേരൊന്ന് വായിക്കാം. ശരിക്കും നമുക്ക് നോട്ട്ബുക്കിലോട്ട് എഴുതേണ്ടതാണ്. ഓക്കെ, നിങ്ങളൊന്ന് വായിക്കാം, ഫസ്റ്റിൽ ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. സ്വയം ഓരോ സ്റ്റെപ്പുകളും വായിക്കാം, അതിന്റെ മീനിങ് ഒന്ന് നിങ്ങളൊന്ന് സ്വയം മനസ്സിലാക്കി നോക്കാം കേട്ടോ. വായിച്ചോളൂ, നിങ്ങൾ സ്വയം വായിച്ചോ കേട്ടോ 3 പേരും. വായിച്ചായിരുന്നോ 3 പേരും? കഴിഞ്ഞോ വായിച്ചേ? കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾ 3 പേരൊന്ന് നോട്ട്ബുക്ക് എടുക്കണേ. കയ്യിൽ നോട്ട്ബുക്ക് ഉണ്ടോ 3 പേരുടെ? ഓക്കെ, നോട്ട്ബുക്ക് എടുത്തോളൂ കേട്ടോ. നമുക്കൊന്ന് ഷോർട്ട് ആക്കി ഒന്ന് എഴുതി വെക്കാം, ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതണ്ട, ചെറിയ രീതിയിലൊന്ന് എഴുതി വെക്കാം. ഓക്കെ, 3 പേര് നോട്ട്ബുക്ക് എടുത്തോളൂ. ഹെഡിങ് കൊടുക്കുക, ഇംപ്ലിമെന്റിങ്. ചാപ്റ്ററിന്റെ ഹെഡിങ് കൊടുത്തിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് കൊടുക്കണേ. ചാപ്റ്ററിന്റെ ഹെഡിങ് കൊടുക്കണം കേട്ടോ. ചാപ്റ്ററിന്റെ ഹെഡിങ് കൊടുക്കുക, മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. Then ഒരു സബ് ഹെഡിങ് ആയിട്ട് കൊടുക്കുക, ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസ് ടു ഡീൽ വിത്ത് ആംഗ്രി പേഷ്യൻസ്. ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസ് ടു ഡീൽ വിത്ത് ആംഗ്രി പേഷ്യൻസ്. നിങ്ങൾ ഇങ്ങനെ വരയ്ക്കൊന്നും വേണ്ട, നമുക്ക് താഴെ താഴെ പോയിന്റ് ആയിട്ട് എഴുതാം കേട്ടോ. ഓക്കെ, പറഞ്ഞോട്ടെ ഇനി. ഫസ്റ്റ് എഴുതാം സ്റ്റെപ്പ് 1 എഴുതാം, വളരെ ഷോർട്ട് ആക്കി എഴുതാം കേട്ടോ. സ്റ്റെപ്പ് 1 എഴുതാം. സ്റ്റെപ്പ് 1 എഴുതാം acknowledge
acknowledge and complaints calmly. CALMLY സ്പെല്ലിംഗ് ഒക്കെ നോക്കിയത് കേട്ടോ. acknowledge and complaints calmly. സോ ഷോർട്ട് ആക്കി എഴുതിയാൽ മതി, എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം കേട്ടോ. സ്റ്റെപ്പ് 1 acknowledge and complaints calmly. കഴിഞ്ഞായിരുന്നോ? 3 പേരും എഴുതുന്നുണ്ടോ? 3 പേരും ഷാരോൺ, തുഷാര, ജിനു എഴുതണില്ല എല്ലാവരും? ഉണ്ട് മിസ്സേ. ഇനി സ്റ്റെപ്പ് 2 എഴുതാം കേട്ടോ. സ്റ്റെപ്പ് 2 ഞാൻ പറയുന്നത് മാത്രം എഴുതിയാൽ മതി, ഷോർട്ട് ആക്കി ഒന്ന് എഴുതിയെടുത്താൽ മതി. സ്റ്റെപ്പ് 2 അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം. അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം ഷോർട്ട് ആക്കിയാണ് നിങ്ങൾക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പെട്ടെന്ന് ഫസ്റ്റത്തെ acknowledge and complaints calmly. Second, to understand the problem. Understand the problem. Then step 3. Step 3, avoid defensive. Avoid defensive. Respond with empathy. Avoid defensive. Respond with empathy. ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം കേട്ടോ. Avoid defensive and respond with empathy. Okay. Then step 4 എഴുതാം. Step 4, patients feel are taken seriously. Patients feel are taken seriously. ഷോർട്ട് ആക്കിയത് എങ്ങനെ കേട്ടോ? Patients feel are taken seriously. Patients feel are taken seriously. Then step 5 എഴുതാം. Apologize and quick action. Apologize and quick action. Apologize and quick action. Then step 6. Step 6 എഴുതാം. Communicate clearly. ഇത്രയും മതിയല്ലോ. Communicate clearly. Communicate clearly. കഴിഞ്ഞില്ലേ? എല്ലാവരുടെയും 3 പേരുടെയും കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ട്ബുക്ക് നോക്കുമ്പോ പെട്ടെന്ന് പഠിക്കാൻ എളുപ്പത്തിലാണ് നമ്മൾ ഷോർട്ട് ആക്കി എഴുതിയേക്കുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് വാട്ട് ക്യാൻ ഹോസ്പിറ്റൽസ് ഡു ടു ഡീൽസ് വിത്ത് ആംഗ്രി പേഷ്യൻസ്. ഇനി എങ്ങനെയാണ് ഇങ്ങനെയുള്ള ആംഗ്രി പേഷ്യൻസിനെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ അവർ ഡീൽ ചെയ്യുന്നതാണ് നമുക്ക് നോക്കാൻ പോകുന്നത് കേട്ടോ. എളുപ്പമാണ്, നമുക്ക് പോയിന്റ്സ് വായിക്കുമ്പോൾ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഓക്കെ, 6 പോയിന്റ് ഉണ്ട്. 2 പോയിന്റ് വെച്ച് ഓരോരുത്തർ വായിക്കാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ജിനു സ്റ്റാർട്ട് ചെയ്തോളൂ. ഫസ്റ്റ് 2 പോയിന്റ് വായിച്ചേ. ഓക്കെ, ജിനു വായിച്ചോളൂ ആദ്യത്തെ 2 പോയിന്റ് കേട്ടാ. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? കേൾക്കണില്ലേ നിങ്ങള്? ഓക്കെ, വായിച്ചോളൂ. ഓക്കെ, ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്തോളൂ. ഒരാള് ഷാരോൺ വായിച്ചോളൂ. Take a deep breath and try to remain calm. Then second point. Gather all the details about the patient's designs and treatment provided to them.
ഓക്കെ, Spend quality. പറഞ്ഞോളൂ. ഫസ്റ്റ് പോയിന്റിൽ എന്താ പറയുന്നത്? ടേക്ക് എ ഡീപ് പറഞ്ഞു. Take a deep breath and try to remain calm. റിമൈൻ കാം. കാം ആൻഡ് ക്വൈറ്റ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ശാന്തമായിരിക്കുക, ശാന്തത പാലിക്കുക എന്നൊക്കെ ഉള്ള ഒരു മീനിങ്. അപ്പോ ടേക്ക് എ ഡീപ് ബ്രീത്ത്, ഒരു ദീർഘശ്വാസം എടുക്കുക. നമ്മളൊരു ഡീപ് ബ്രീത്ത് എടുക്കാനൊക്കെ പറയാറില്ലേ? നമുക്കൊരു റിലാക്സ് ആവാനായിട്ട്. ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളുകൾക്ക് ആണെങ്കിൽ നമ്മളോട് ഇങ്ങനെ പറയും അല്ലെ? നമ്മളൊരു ഭയങ്കര ഒരു ദീർഘശ്വാസം എടുക്കുക, അപ്പൊ നമ്മുടെ മൈൻഡ് ഒന്ന് സെറ്റ് ആവും അല്ലെ? അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഒന്ന് ക്ലിയർ ആവും എന്ന് പറയും. നമ്മൾ യോഗയൊക്കെ ചെയ്യുമ്പോ അല്ലെ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യോഗ ചെയ്യുമ്പോ ഓം എന്നുള്ള ഒരു ടേമാണ് പറയുന്നത്, ആണോ? അല്ലെ? ഈ ഒരു ഓം എന്നുള്ളൊരു ഇത് പറയുന്നതും നമ്മുടെ ഒരു മൈൻഡ് ശരിക്കും റിഫ്രഷ് ആവുകയാണ് ചെയ്യണത്. അതുപോലെ ഒരു ഡീപ്പ് ആയിട്ടുള്ളൊരു നല്ലൊരു ദീർഘശ്വാസം എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു ശാന്തത പാലിക്കുക. അടുത്ത പോയിന്റ് വായിച്ചോളൂ. Gather all the details about the patient's disease and treatment provided to them. എന്താണ് അവിടെ പറയുന്നത്? Gather all the patientsന്റെ പറഞ്ഞോളൂ. പേഷ്യന്റ് രോഗം, അത് ട്രീറ്റ്മെന്റ്. Gather all details about the patient's diseases. പേഷ്യന്റിന്റെ രോഗത്തെ സംബന്ധിച്ചിട്ട് വരുന്ന എല്ലാ തരത്തിലുള്ള ചികിത്സാ രീതികളും ആൻഡ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡഡ് ടു ദം. അതായത് രോഗിയുടെ രോഗത്തെ കുറിച്ചും അല്ലെങ്കിൽ അവർ നൽകിയ ചികിത്സാ രീതിയെ കുറിച്ചൊക്കെ ഒന്ന് ശേഖരിക്കുക, ഗ്യാദർ ചെയ്യുക. ആ ട്രീറ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് എന്തൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കുക. ഓക്കെ ഷാരോൺ. ഇനി നെക്സ്റ്റ് തുഷാര, ബാക്കി 2 പോയിന്റ്സ് വായിച്ചേ. 3rd-ഉം 4th-ഉം വായിച്ചോളൂ കേട്ടോ. Spend quality time with the patient to detect reasons behind their outburst. Show empathy and try to solve their issues. Spend quality time with the patient to detect reasons behind their outburst. എന്താണ് ഔട്ട്ബേസ്റ്റിന്റെ മീനിങ് എന്താണെന്ന് അറിയോ? അവരുടെ ദേഷ്യത്തിന് കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ക്വാളിറ്റി ടൈം. പെട്ടെന്ന് നമ്മ പൊട്ടിത്തെറിച്ച പോലെ പറഞ്ഞു എന്നൊക്കെ പറയാറില്ലേ? നമ്മള് പെട്ടെന്ന് ദേഷ്യം വരുമ്പോ ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയില്ലേ? ആ ഒരു മീനിങ് ആണ് കേട്ടോ ഔട്ട് ബേസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് എന്താണ് അവര് അങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരാനുള്ള കാരണം എന്നൊക്കെ ഒന്ന് അവരോടൊക്കെ ഒന്ന് അതിന്റെ കാരണങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് സ്പെൻഡ് ചെയ്യുക, അവരോട് കൂടി സംസാരിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ഷോ എംപതി. സോൾവ് ദെയർ ഇഷ്യൂസ്. അവരോട് എമ്പതി കാണിക്കുകയും അവരുടെ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യുകയും ചെയ്യണം. അവരോടൊരു സഹാനുഭൂതി വേണം അല്ലെ? എമ്പതി മീൻസ് സഹാനുഭൂതി പ്രകടിപ്പിക്കുകയും എന്താണ് അവരുടെ പ്രശ്നം അതൊന്ന് സോൾവ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഓക്കെ, ദെൻ ജിനു ലാസ്റ്റ് 2 പോയിന്റ് വായിക്കൂ. ജിനു ഇല്ലേ ഇവിടെ ക്ലാസ്സില്? ഉണ്ടോ? ജിനു ക്ലാസ് ഉറങ്ങിപ്പോയോ? ഓക്കെ, വായിക്കാം കേട്ടോ. വായിച്ചോളൂ. റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ടോ ജിനു? റേഞ്ചിന്റെ ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ലാസ്റ്റ് 2 പോയിന്റ് ഒന്ന് വായിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. Avoid giving away to any arguments and defend against tweets. Protect legally by carefully documenting clinical and administrative complaints. Okay. Avoid giving away to any arguments and defend against tweets. ഇവിടെ പറയുന്നത് നോക്കാം, അവോയ്ഡ് ചെയ്യുക ഗിവിംഗ് അവേ ടു ആൻഡ് ആർഗ്യുമെന്റ്സ്. അതായത് ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും, ഗിവിംഗ് അവേ മീൻസ് എന്തെങ്കിലും വാദങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പരസ്പരം അങ്ങോട്ടേക്കും ഓരോ കാര്യങ്ങളൊക്കെ പറയില്ലേ? ഇപ്പൊ ട്രീറ്റ്മെന്റിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ പ്രോബ്ലം, അയാളുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങളും ആശങ്കകളും അങ്ങനെ ഓരോ വാദപ്രതിവാദമൊക്കെ നടത്തുന്നൊക്കെ നമ്മൾ പറയില്ലേ? സോ അതുപോലെ തന്നെ അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു വാദങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നത് എന്ത് ചെയ്യുക? ഒഴിവാക്കുക എന്നാണ് പറയുന്നത്. അതായത് അങ്ങനെ ഒരു വാദത്തിന് വിട്ടുകൊടുക്കാതെ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് എന്താണ് അവരുടെ പ്രോബ്ലം എന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള സൊല്യൂഷൻ കാണുകയാണ് ചെയ്യേണ്ടത്. ദെൻ ലാസ്റ്റ് പോയിന്റ് നോക്കാം. Protect legally by carefully documenting clinical and administrative complaints. നോക്കാം, ഇപ്പോ നമ്മൾ പറഞ്ഞു ഡിഫൻസ് പ്രതിരോധിക്കണം അല്ലെ? ഇപ്പോ ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേറ്റീവില് പ്രൊട്ടക്ട് ലീഗലി ബൈ കെയർഫുള്ളി ഡോക്യുമെന്റിംഗ് ക്ലിനിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കംപ്ലൈന്റ്സ്. ഇപ്പോ
അഡ്മിനിസ്ട്രേറ്റീവിലെ പരാതിയോ അല്ലെങ്കിൽ ക്ലിനിക്കലിലെ പരാതിയോ ഒക്കെ രേഖപ്പെടുത്തിയിട്ട് നിയമപരമായിട്ട് അതിനെ പരിരക്ഷിക്കണമെന്ന്. ഇപ്പൊ ക്ലിനിക്കലിന്റെ ഭാഗത്തുനിന്നോ അഡ്മിനിസ്ട്രേറ്റീവിന്റെ ഭാഗത്തുനിന്നോ പരാതികൾ കംപ്ലൈൻസുകൾ ഉണ്ടെങ്കിൽ അത് ലീഗലായിട്ട് തന്നെ നല്ല രീതിയിൽ അതിനെ പരിരക്ഷിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു ആംഗ്രി പേഷ്യൻസിനെ ഡീൽ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം ഒരു ടീച്ചർ വായിക്കാം, എന്നിട്ട് നിങ്ങൾ തന്നെ ഒന്ന് സ്വയം വായിച്ചു നോക്കണം കേട്ടോ. നോക്കാം. നമുക്കറിയാം മറ്റു ചാപ്റ്ററിനെ അപേക്ഷിച്ച് കുറച്ച് നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയേക്കാം. ഡിഫിക്കൽട്ട് അല്ല, നമുക്ക് ഇതിൽ കുറെ എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ എന്താ എക്സാമ്പിൾ പറയാനൊന്നും പറ്റാത്ത രീതിയിലുള്ള ഒരു ക്വസ്റ്റൻ ആണ്. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ടുള്ള മീനിങ് മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. നോക്കാം. വാട്ട് ക്യാൻ ഹോസ്പിറ്റൽ ഡു ടു ഡീൽ വിത്ത് ആംഗ്രി പേഷ്യൻസ്? എങ്ങനെയൊക്കെയാണ് നോക്കാം. ടേക്ക് എ ഡീപ് ബ്രീത്ത് ആൻഡ് ട്രൈ ടു റിമെയിൻ കം. അല്ലെ, ഒരു ദീർഘശ്വാസം എടുക്കുക, ശാന്തമാക്കുക. Then gather all the details about the patient's diseases and treatment provided to them. അവർക്ക് അതിനുള്ളൊരു എന്താ പറയാ ആരോഗ്യയുടെ രോഗത്തെ കുറിച്ചും ആ ഒരു ചികിത്സാ രീതിയൊക്കെ മനസ്സിലാക്കുക. Spend quality time with the patient to detect reasons behind their outburst. എന്താണ് അവർ ഇത്ര ദേഷ്യപ്പെടാനുള്ള അല്ലെങ്കിൽ ഈ പൊട്ടിത്തെറിക്കാനുള്ള ഒരു കാരണം ഉണ്ടല്ലോ, അതെന്താണെന്നൊക്കെ ഒന്ന് അറിഞ്ഞ് അവരോടൊന്ന് സ്പെൻഡ് ചെയ്തിട്ട് അതൊക്കെ എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കുക. Then show empathy and try to solve their issue. അവരോടൊരു സഹാനുഭൂതി കാണിക്കണം. Then അവരുടെ ഇഷ്യൂ എന്താണോ അതൊക്കെ ഒന്ന് എന്ത് ചെയ്യാ, സോൾവ് ചെയ്ത് കൊടുക്കണം. Then avoid giving away to any arguments and defend against streets. അല്ലെ, ഇപ്പൊ ഏതെങ്കിലും ഒരു വാദങ്ങൾക്ക് ഒന്നും വിട്ടുകൊടുക്കാതെ അങ്ങനെയുള്ള വാദങ്ങൾ പ്രശ്നങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. Protect legally by carefully documenting clinical and administrative complaints. ക്ലിനിക്കലിലെയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവിന്റെ ഭാഗത്തുനിന്നുള്ള കംപ്ലൈൻസ് ഒക്കെ രേഖപ്പെടുത്തിയിട്ട് അത് ലീഗലായിട്ട് തന്നെ അതിനെന്ത് ചെയ്യുക, പരിരക്ഷിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആംഗ്രി പേഷ്യൻസിനെ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ഒരു 2 minutes തരാം. നിങ്ങൾ രണ്ടുപേരും ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. നിങ്ങളൊന്ന് വായിച്ചു നോക്കാം, ആ പോയിന്റ്സ് ഒന്ന് വായിക്കാം, മീനിങ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഓക്കെ, വായിച്ചായിരുന്നോ? കഴിഞ്ഞോ? നെക്സ്റ്റ് പോവാം. നോക്കാം. ഇനി 4ാമത്തെ പോയിന്റ് ആണ്. നമ്മൾ ആ പറഞ്ഞൊരു 5 പോയിന്റ് പറഞ്ഞായിരുന്നില്ലേ, ആ ഒരു പോയിന്റിന്റെ തന്നെ റിപ്പീറ്റേഷൻ ആണ് നമ്മൾ എടുത്തുകൊണ്ട് വരുന്നത് കേട്ടോ. അതിന്റെ ഓരോന്നിന്റെ ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത്. Then 4th പോയിന്റ് നോക്കാം. ടു ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ്. അല്ലെ, എങ്ങനെയാണ് പേഷ്യന്റിന്റെ അനുഭവം നമ്മൾക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കാം, ശ്രദ്ധിക്കാട്ടോ വായിക്കുന്നത്. Most doctors spend a short span of time in which they want to complete various tasks, from catching up with patients, understanding their concerns, and providing the required treatment. In such cases, it would be difficult for doctors to address all the problems of patients. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാ, അത്രയും പാരഗ്രാഫ് ഒന്ന് വായിക്കാം കേട്ടോ. ഈ ഒരു കുഞ്ഞി പാരഗ്രാഫ് വായിക്കാം. ഓക്കെ, വായിച്ചോ? ഓക്കെ, വായിച്ചിട്ട് മീനിങ് മനസ്സിലായോ എന്തെങ്കിലും?
ഓക്കെ, വായിക്കാം. ഒന്നും കൂടി നോക്കാം കേട്ടോ. മോസ്റ്റ് ഡോക്ടേഴ്സ് spend a short span of time in which they want to complete various tasks, from catching up with patients, understanding their concerns, and providing the required treatment. In such cases, it would be difficult for doctors to address all the problem of patients. അല്ലെ, നോക്കാം. നമുക്കറിയാം അല്ലെ, ഇപ്പൊ ചില ഡോക്ടർമാർ അല്ലെങ്കിൽ മിക്ക ഡോക്ടർമാരും ഒരു ചെറിയൊരു കാലയളവായിരിക്കും ഓരോ ഹോസ്പിറ്റലിലും ചിലവഴിക്കുന്നത്. ചിലവരെ കുറെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അവിടെ ഓൾറെഡി ഉണ്ടാവും. പക്ഷെ നമുക്കറിയാം, ചിലപ്പോൾ നമ്മൾ ഒരു ഡോക്ടറെ നമുക്ക് ഒരു ടൈമിൽ എന്തെങ്കിലും അസുഖങ്ങൾ വന്നു ഒരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ ട്രീറ്റ് ചെയ്തു. പക്ഷെ ദെൻ പിന്നെ നമ്മൾ ഒരു അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ ചിലപ്പോൾ ആ ഡോക്ടർ ഉണ്ടാവില്ല, ഡോക്ടർ വേറെ ഹോസ്പിറ്റലിലേക്ക് പോയി എന്നൊക്കെ പറയാറുണ്ട്. ഇല്ലേ? പറയാറുണ്ടോ? നിങ്ങളുടെ അനുഭവത്തിൽ ഉണ്ടോ? എന്ത് പറ്റിയത്? ആരും ഒന്നും മിണ്ടുന്നില്ലേ? ഷാരോ, തുഷാര, ഒരു റിപ്ലൈ ഇല്ലാലോ ഒന്ന്. എന്തൊരു എനർജി ഇന്ന്? ഉറക്കത്തിലാണോ രണ്ടുപേരും? ഇല്ല മിസ്. അല്ലേ? നമ്മ അങ്ങനെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ഡോക്ടർ ഇല്ല, അല്ലെങ്കിൽ ആ ഡോക്ടർ മാറിപ്പോയി പുതിയ ഡോക്ടറാണ് വന്നേക്കണെന്നൊക്കെ പറയാറുണ്ട്. അല്ലേ? ആണോ? ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ഈ കാര്യം ഇവിടെ പറയുന്നത് കേട്ടോ. നോക്കാം. അതായത് മിക്ക ഡോക്ടേഴ്സും ചിലപ്പോ ഒരു ചെറിയൊരു ഷോർട്ട് സ്പാനിലായിരിക്കും, ഒരു ചെറിയൊരു കാലയളവിലായിരിക്കും ആ ഒരു ഹോസ്പിറ്റലിൽ ചിലവഴിക്കുന്നത്. സോ അതിനാൽ എന്ത് പറ്റും? രോഗികളുമായിട്ട് അധികം ഇടപെടാനോ, അല്ലെങ്കിൽ അവരുടെ ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനോ, അല്ലെങ്കിൽ ചികിത്സ അവരുടെ നെക്സ്റ്റ് പ്രാവശ്യം വരുമ്പോൾ ചിലപ്പോ ഈ ഡോക്ടർ ആയിരിക്കില്ല. അപ്പൊ ആ ഒരു ട്രീറ്റ്മെന്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടിന്യൂ ചെയ്യാനൊന്നും സാധിക്കാറില്ല. അല്ലെ? അല്ലെങ്കിൽ വിവിധ ജോലികൾ ചികിത്സ നൽകുകയും അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നു. പക്ഷെ അത്തരം സന്ദർഭങ്ങളിൽ ചിലപ്പോ എല്ലാ പ്രശ്നങ്ങളും പരിഹാരങ്ങളും ഒന്നും ചെയ്യാനായിട്ട് ഒരു ഡോക്ടറിനെ സംബന്ധിച്ച് സാധിക്കാറില്ല. അതാണ് ആ ഒരു പോയിന്റിൽ പറയുന്നത് കേട്ടോ, ഒരു കുഞ്ഞു പാരഗ്രാഫിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കാം. If we do not get answers for specific queries like did we provide the desired care, did we give the right advice, it would be difficult for hospitals to improve their patient experience. One of the best way to improve it is by engaging with the patients and addressing their problems correctly after every interaction. Then, നോക്കാം. If we do not get answers for specific queries, ഇപ്പോ if we do not, അതായത് പേഷ്യൻസിനെ സംബന്ധിച്ച് എന്താ, പേഷ്യൻസിനെ സംബന്ധിച്ചിട്ട് അവർക്ക് അവരുടെ പ്രോപ്പർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ലൈക്ക് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഡിഡ് വി പ്രൊവൈഡ് ദ ഡിസൈർഡ് കെയർ, അല്ലെ? ഇപ്പോ ചില നിർദ്ദിഷ്ട ചോദ്യങ്ങൾക്ക് അവർക്ക് ഉത്തരം ലഭിച്ചില്ലെങ്കിൽ പേഷ്യൻസിന് എന്ത് ചോദ്യങ്ങൾക്കാണ് ഇപ്പൊ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഗിവ് റൈറ്റ് അഡ്വൈസ്, ശരിയായിട്ടുള്ള ഉപദേശം ലഭിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഡിസൈഡ് കെയർ, ശരിയായിട്ടുള്ള രീതിയിൽ ഒരു കെയർ പരിചരണം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ളൊരു ആ രോഗികളുടെ അനുഭവം മെച്ചപ്പെടുത്താൻ. അങ്ങനെ ഉത്തരം അവർക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ എന്തായിരിക്കും? രോഗികളുടെ അനുഭവം മെച്ചപ്പെടുത്താനായിട്ട് ഹോസ്പിറ്റലിന് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഇവിടെ പറയുന്നത് പ്രോപ്പർ ആയിട്ട് അവർക്ക് നല്ല കെയറും അവർക്കുള്ള ഉപദേശങ്ങളും എല്ലാം ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ചെയ്തു കൊടുക്കണം. അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ നല്ല ട്രീറ്റ്മെന്റ് ആണോ നിങ്ങൾ നൽകിയത്, അല്ലെങ്കിൽ നല്ല ഉപദേശങ്ങളൊക്കെ നൽകിയോ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനൊന്നും അവർക്ക് ഉത്തരം കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്താ പറയാ, ആ ഒരു രോഗികളുടെ പേഷ്യന്റ് അനുഭവം നല്ല എക്സ്പീരിയൻസ് ആയിരിക്കോ? ഇല്ല, ഒരിക്കലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കില്ല. അവരുടെ ആ ഒരു ക്വസ്റ്റ്യൻസിന് മറുപടി ഒന്നും ഇല്ലെങ്കിൽ എന്താണ്, പേഷ്യൻസിനെ സംബന്ധിച്ച എക്സ്പീരിയൻസ് ഒട്ടും മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. അപ്പൊ അനുഭവം ആ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് മെച്ചപ്പെടുത്താനായിട്ട് ഒരു ബുദ്ധിമുട്ടായിരിക്കും. Then last നോക്കാം. One of the best way to improve is ഇങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നാണ് നോക്കുന്നത് കേട്ടോ. ബൈ എൻഗേജിങ് വിത്ത് ദ പേഷ്യൻസ് ആൻഡ് അഡ്രസ്സിംഗ് ദെയർ പ്രോബ്ലംസ്, അല്ലെ? പേഷ്യൻസ് ആയിട്ട് കൂടുതൽ എൻഗേജ്ഡ് ആയിരുന്നാലും ദെൻ അവരുടെ പ്രോബ്ലംസിനെ അഡ്രസ് ചെയ്യാൻ, അവരുടെ പ്രോബ്ലംസിനെ മനസ്സിലാക്കുകയും ദെൻ കറക്റ്റ്ലി ആഫ്റ്റർ എവറി ഇന്ററാക്ഷൻ, അവരോടുള്ള ഓരോ ഇന്ററാക്ഷൻസിലും അവരുടെ പ്രോബ്ലംസിന് എന്താണെന്നത് മനസ്സിലാക്കാൻ പേഷ്യൻസിനോട് കുറച്ചുകൂടി എൻഗേജ്ഡ് ആയിട്ട് ഇരുന്നാൽ മാത്രം അവരുടെ ഒരു എക്സ്പീരിയൻസ് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? മീനിങ് മാത്രം ഒന്ന് മനസ്സിലാക്കാട്ടോ, മറ്റു പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ഇല്ലാലോ അധികം. ക്ലിയർ അല്ലേ? ഷാരോ, തുഷാര, മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഇനി നിങ്ങൾ ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചോളൂ കേട്ടോ. ഒന്ന് വായിക്കാം. ഇംപ്രൂവ് ദ പേഷ്യന്റ് എക്സ്പീരിയൻസ് കേട്ടോ, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഒന്ന് മീനിങ് ഒന്ന് മനസ്സിൽ കാണാം.
ഓക്കെ, വായിച്ചില്ലേ? Yes, teacher. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നെക്സ്റ്റ് നോക്കാം. ദ പേഷ്യന്റ് എക്സ്പീരിയൻസ് പിരമിഡ് അല്ലെ, അത് നമ്മൾ പേഷ്യന്റ് എക്സ്പീരിയൻസിന്റെ കാര്യമാണ് പറഞ്ഞത്. അതിനൊരു പിരമിഡ് പോലെ ആക്കിയൊക്കെയാണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നോക്കാം. പേഷ്യന്റ് പിരമിഡ് കേട്ടോ. പിരമിഡ് നമുക്ക് താഴെ നിന്ന് തുടങ്ങി വായിക്കാം കേട്ടോ. ഇവിടെ നിന്ന് ഒരു ഓർഡറിൽ കൊടുക്കാം. ഹൈ ആണ്, മുകളിൽ ടോപ്പ് സെക്ഷൻ ആണ്. ഇവിടെ തുടങ്ങി വായിക്കാം. പേഷ്യന്റ് എക്സ്പീരിയൻസ്, ദെൻ പേഷ്യന്റ് ജേർണി, പേഷ്യന്റ് സെൻട്രിക് സർവീസസ്, പേഷ്യന്റ് എക്സ്പീരിയൻസ്. താഴെയും ടോപ്പിലും വരുന്നത് പേഷ്യന്റ് എക്സ്പീരിയൻസ് ആണ്. ദെൻ പേഷ്യന്റിന്റെ ഒരു ജേർണി. ഇവിടെ വരുന്നത് എന്താണെന്ന് നോക്കാം. ഹൗ ദ പ്രാക്ടീസ് എൻഗേജ് വിത്ത് ഇറ്റ്സ് പേഷ്യൻസ് അല്ലെ, അതായത് രോഗി അല്ലെങ്കിൽ രോഗി എങ്ങനെയാണ് ഒരു പ്രാക്ടീസ് അതിൽ ഇടപെടുന്നത്, എങ്ങനെയൊക്കെയാണ് രോഗികളോട് ഇടപെടുന്നത് ആ ടൈമിൽ കേട്ടോ, ആ ഒരു പേഷ്യന്റ് ജേർണിയിൽ. ദെൻ മുകളിലേക്ക് നോക്കാം. വാട്ട് വാല്യൂ ദ പ്രാക്ടീസ് ഡെലിവേഴ്സ് ടു ഇറ്റ്സ് പേഷ്യൻസ്, എങ്ങനെയാണ് രോഗികൾക്ക് അതിന്റെ ഒരു പ്രാക്ടീസും അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെന്റും പരിശീലനം കൊടുക്കുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയുള്ളൊരു പിരമിഡ് എന്ന് പറയുന്നത്. നിങ്ങൾ നോട്ട്ബുക്കിൽ ഒന്ന് ആ പിരമിഡ് ഒന്ന് വരക്കണം കേട്ടോ. നോട്ട്ബുക്ക് എടുക്കുക, നോട്ട്ബുക്ക് എടുത്തോളൂ. നോട്ട്ബുക്ക് എടുക്കുക. ദ പേഷ്യന്റ് എക്സ്പീരിയൻസ് പിരമിഡ് ഹെഡിങ് കൊടുക്കുക കേട്ടോ. ദ പേഷ്യന്റ് എക്സ്പീരിയൻസ് പിരമിഡ്. പേഷ്യന്റ് എക്സ്പീരിയൻസ് പിരമിഡ് എന്ന് കൊടുക്കുക കേട്ടോ. പേഷ്യന്റ് എക്സ്പീരിയൻസ് പിരമിഡ്. ദെൻ റഫായിട്ടോ ചെറിയൊരു പിരമിഡ് പോലെ, ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു പിരമിഡ് പോലെ വരക്കാം. താഴത്തുനിന്ന് തുടങ്ങി എഴുതി പോണേ. താഴത്തുനിന്ന് തുടങ്ങാം. പിരമിഡ് ഒന്ന് വരക്കാം കേട്ടോ. ഒരു നാലായിട്ട് തിരിക്കാം പിരമിഡിനെ. ഫസ്റ്റ് വൺ പേഷ്യന്റ് എക്സ്പീരിയൻസ്. പേഷ്യന്റ് എക്സ്പീരിയൻസ് കൊടുക്കാം. സെക്കൻഡ് പേഷ്യന്റ് ജേർണി, പേഷ്യന്റ് സെൻട്രിക് സർവീസ്, ദെൻ പേഷ്യന്റ് എക്സ്പീരിയൻസ്. ഇത്ര എഴുതാട്ടോ. ആദ്യം ഫസ്റ്റ് 4 ഒന്ന് എഴുതാം. പേഷ്യന്റ് എക്സ്പീരിയൻസ്, പേഷ്യന്റ് ജേർണി, പേഷ്യന്റ് സെൻട്രിക് സർവീസ്, പേഷ്യന്റ് എക്സ്പീരിയൻസ്. ഇത്രയും ഒന്ന് എഴുതാട്ടോ. Then patient journey, patient experience നടുവിലായിട്ട് how the practice engaged with its patients അത് എഴുതാം. Then what value the practice അതും കൂടി എഴുതാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്യാട്ടോ, ഒന്ന് വരച്ച്. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, കഴിഞ്ഞെങ്കിലൊന്ന് പറയണേ, എഴുതിക്കോളൂ. സൈഡിലത്തെ എഴുതണോ മിസ്സേ? കഴിഞ്ഞായിരുന്നോ? അല്ല, സൈഡിലത്തെ എഴുതണോ? ആ സൈഡിലത്തെ എഴുതണം കേട്ടോ. എഴുതണം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അത്. 2 പോയിന്റ് അല്ലേ സൈഡിലൊന്ന് അതുപോലെ മാർക്ക് ചെയ്തിട്ട് എഴുതിക്കോ.
ഓക്കെ, കഴിഞ്ഞില്ലേ? ദെൻ നെക്സ്റ്റിലോട്ട് പോവുകയാണ്. സെക്ഷൻ കൂടി എടുക്കാം കേട്ടോ, നോക്കാം. വാട്ട് ഹോസ്പിറ്റൽ ക്യാൻ ഡു ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ്. ഇവിടെ നമ്മളൊരു പിരമിഡ് പോലെ പറഞ്ഞില്ലേ, ഇനി ഒന്നുകൂടി പറയുകയാണ് എങ്ങനെയൊക്കെയാണ് പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതെന്ന് കുറച്ച് പോയിന്റ്സ് ആയിട്ട് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. നോക്കാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഒന്ന് വായിച്ച് ഷാരോൺ വായിച്ചോളൂ. ആദ്യത്തെ പോയിന്റ് കേട്ടോ, വായിച്ചോളൂ. Establish a centralized hospital information system to streamline hospital process, patient registration, appointment scheduling, generating bills, publishing lab test reports, setting up reminders, etc. Okay. Second point. First point വായിച്ചിട്ട് ഷാരോൺ എന്താണ് മനസ്സിലായോ? ഓക്കെ, നമുക്കൊന്നുകൂടി വായിക്കാം. System to streamline hospital processes, patient registration, appointment scheduling, generating bills, publishing lab test reports, setting up reminders, etc. എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് എസ്റ്റാബ്ലിഷ് സെൻട്രലൈസ്ഡ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻസ് അല്ലെ, ഒരു ഹോസ്പിറ്റലിന്റെ ആശുപത്രിയുടെ പ്രക്രിയ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കേന്ദ്രീകൃത വിവര സംവിധാനങ്ങളോ ഒരു ഇൻഫർമേഷൻ സിസ്റ്റം സ്ഥാപിക്കുക അല്ലെ. അതില് എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. പ്രോസസ്സസ് അല്ലെ, പേഷ്യന്റ് രജിസ്ട്രേഷൻ പ്രോസസ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് അല്ലെ, ഏതൊക്കെ ഡോക്ടേഴ്സിനെയാണ് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്, അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ്, ബിൽസിന്റെ ഡിസ്ചാർജ് ബിൽസും അല്ലെങ്കിൽ മെഡിസിൻസ് ബിൽസും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ. ലാബ് ടെസ്റ്റ് റിപ്പോർട്ട്സ്, നമുക്ക് സിസ്റ്റത്തിൽ അല്ലെ ഡോക്ടറിന്റെ റൂമിലോട്ട് സിസ്റ്റത്തിലോട്ട് ലാബ് ടെസ്റ്റിന്റെ റിപ്പോർട്ട്സ് ഒക്കെ വരാറില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. റിമൈൻഡേഴ്സ് എക്സെട്ര, റിമൈൻഡേഴ്സ് ഇങ്ങനെ ഓരോ കഴിഞ്ഞ ഇന്ന റിമൈൻഡേഴ്സ് നമ്മൾ റിമൈൻഡർ ഒക്കെ വെക്കില്ലേ, അതെല്ലാം സെറ്റ് ചെയ്യുക. സെക്കൻഡ് പോയിന്റ് നോക്കാം. ഫോക്കസ് ഓൺ ഈച്ച് പേഷ്യന്റ് ആൻഡ് പ്രൊവൈഡ് പേഴ്സണലൈസ്ഡ് പേഷ്യന്റ് കെയർ അല്ലെ. ഫോക്കസ് ഓൺ ഈച്ച് പേഷ്യന്റ്, ഓരോ രോഗിയുടെയും ശ്രദ്ധ കേന്ദ്രീകരിക്കണം അല്ലെ. ഓരോ രോഗിയും പ്രത്യേകം ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഒരു വ്യക്തിഗത പരിചരണം നൽകുകയും ചെയ്യുക. വ്യക്തിഗത പരിചരണം, അവർക്ക് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും പരിചരണവും ഒക്കെ കൊടുക്കുക. മൂന്നാമത്തെ പോയിന്റ് നോക്കാം. റീഡ് ഔട്ട് ടു പേഷ്യന്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം ഓൺ ഡിഫറെന്റ് ചാനൽസ് അല്ലെ. ഇപ്പൊ രോഗികളെ വായിക്കുക മീൻസ് അവരെ തിരിച്ചറിയുക അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കുക എന്നുള്ളൊരു അർത്ഥമാണ് കേട്ടോ. രോഗികളെ വായിക്കുകയും കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം ഡിഫറെന്റ് ചാനൽസ്, വ്യത്യസ്ത ചാനലുകളിൽ ആശയവിനിമയം നടത്തുകയും ചെയ്യണം. പല രീതിയിലും അവരോട് ആശയവിനിമയം നടത്തുക. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. കണ്ടക്ട് പേഷ്യന്റ് സർവേസ് ടു കളക്ട് വാല്യുവബിൾ ഫീഡ്ബാക്ക്. നല്ലൊരു ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് പേഷ്യൻസിന്റെ ഇടയിൽ നല്ലൊരു സർവേസുകളൊക്കെ നടത്തുക. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ പേഷ്യൻസ് പെർസീവ് ദ ക്വാളിറ്റി ഓഫ് കെയർ ഗിവൺ അല്ലെ. അതായത് ബന്ധപ്പെട്ടവരുമായിട്ട് കണ്ടക്ട് ചെയ്യുക, എന്താണ് ഒരു ബന്ധപ്പെട്ടവരുമായിട്ട് അവർക്ക് നൽകുന്ന ഒരു ട്രീറ്റ്മെന്റിന്റെ ഗുണനിലവാരം എങ്ങനെയാണ്, ഒരു ക്വാളിറ്റി ഓഫ് കെയർ അല്ലെ, നല്ല ട്രീറ്റ്മെന്റ്സ് ഒക്കെ നൽകുന്നുണ്ടോ, അല്ലെങ്കിൽ അപ്പൊ ബന്ധപ്പെട്ടവരുമായിട്ട് നൽകുന്ന പരിചരണത്തിന്റെ ഒരു ഹോസ്പിറ്റലുകാർ പരിചരണം കൊടുക്കുമല്ലോ, അങ്ങനെ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ പേഷ്യന്റിന് അവർക്ക് നൽകുന്ന ഒരു പരിചരണത്തിന്റെ ഗുണനിലവാരം രോഗി എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് മനസ്സിലാക്കണം അല്ലെ. നമ്മൾ കൊടുക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ആണോ, അല്ലെങ്കിൽ ആൾക്ക് വല്ല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടോ പേഷ്യൻസിന് എന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കുക. ലാസ്റ്റ് പോയിന്റ്, ഡിസ്കസ് വിത്ത് stakeholders and implement quality measures അല്ലെ. ബന്ധപ്പെട്ടവരുമായിട്ട് ചർച്ച ചെയ്യുകയും അതിനെന്തെങ്കിലും സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്തെങ്കിലും നടപടികളൊക്കെ ഈ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള നടപടികളും കൂടി എടുക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു പേഷ്യൻസിനെ സംബന്ധിച്ച് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ആ പോയിന്റ്സ് വായിക്കാം കേട്ടോ. നിങ്ങളൊന്ന് സ്വയം വായിച്ചു നോക്കണേ. വാട്ട് ഹോസ്പിറ്റൽ ക്യാൻ ഡു ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ് നോക്കാം. എസ്റ്റാബ്ലിഷ് എ സെൻട്രലൈസ്ഡ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം to streamline hospital processes, patient registration,
appointment scheduling, generating bills, publishing lab test reports, setting up reminders, etc. Then focus on each patient and provide personalized patient care. Read out to patient and communicate with them on different channels. Conduct patient surveys to collect valuable feedback. Try to understand how patients perceive the quality of care on caregiver. Discuss with stakeholders and implement quality measures. ഇത്രയും പോയിന്റ്സ് ആണ് ഇതിൽ പറയുന്നത്. ഓക്കെ, നിങ്ങളൊന്ന് വായിച്ചു നോക്കി. ഇനി ആ പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കാം. ഓരോ പോയിന്റ്സ് നിങ്ങൾ വായിച്ചിട്ട് അതിന്റെ മീനിങ് നിങ്ങളൊന്ന് സ്വയം ഒന്ന് മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, വായിച്ചോ? ഇനി നമുക്ക് ലാസ്റ്റ് ഇതിനകത്ത് വരുന്ന ഒരു 5th പോയിന്റ് കൂടി പറയാനുണ്ട്. പക്ഷെ ഒരു 5th പോയിന്റ് കുറച്ച് കൂടുതലുണ്ട്. സോ നമുക്കിതൊന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇവിടെ വെച്ച് നിർത്തിയാണെന്ന് നെക്സ്റ്റിലാണ് 5th പോയിന്റ് പറയുന്നത്. നമുക്ക് ആദ്യം തുടങ്ങി നോക്കാം കേട്ടോ. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു വന്നേന്ന് നോക്കണ്ടേ? ഫസ്റ്റ് തുടങ്ങി നമ്മൾ ഓരോ പോയിന്റിനെയാണ് ഡിസ്കസ് ചെയ്തത് കേട്ടോ. 5 reasons why you should measure patient satisfaction. ഇതിനൊക്കെയാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യേണ്ട 5 റീസൺസ് ആണ് നമ്മൾ ഇത്രയും നേരം ഓരോ ക്ലാസ്സിലും നോക്കിക്കൊണ്ടിരുന്നത്. ആ ഓരോ റീസണിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഓരോ റീസണാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഫസ്റ്റ് വൺ ഏതായിരുന്നു? ടു പ്രൊവൈഡ് ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസ് അല്ലെ. ഇനി അവിടെ വരുന്നത് നമ്മൾ പറഞ്ഞു എന്താണ് ടോപ്പ് ടയറിൽ വരുന്ന കാര്യങ്ങളെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ദെൻ എങ്ങനെയൊക്കെയാണ് വാട്ട് ഹോസ്പിറ്റൽ ഡു ടു എൻഹാൻസ് പേഷ്യന്റ് കെയർ സർവീസ്, എങ്ങനെയൊക്കെയാണ് അവർ പേഷ്യന്റ് കെയർ സർവീസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ദെൻ നമ്മൾ അവിടെയും ഉള്ളൊരു ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസ് നോക്കിയായിരുന്നു. ഇമ്പോർട്ടന്റ് ആണ് ഇതൊക്കെ. ദെൻ സെക്കൻഡ് പോയിന്റ് നമ്മൾ പറഞ്ഞു ടു നോ ദ പെർഫോമൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ സ്റ്റാഫ്, എങ്ങനെയാണ് ആ ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെ പെർഫോമൻസ് അറിയേണ്ടത്. ദെൻ വാട്ട് ക്യാൻ ദ ഹോസ്പിറ്റൽ ഡു ഇംപ്രൂവ് ചെയ്യേണ്ടത്, ഓരോ പോയിന്റിലും ആ എന്താണ് കാര്യം പറയുന്നത്. ദെൻ അത് ഇംപ്രൂവ് ചെയ്യേണ്ട സ്ട്രാറ്റജീസും ആണ് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത് കേട്ടോ. ദെൻ ഇംപ്ലിമെന്റേഷൻ കൊടുത്തിരുന്നു. മൂന്നാമത്തെ നമ്മൾ നോക്കി ടു നോ മിക്സ്ഡ് ആൻഡ് ആംഗ്രി പേഷ്യൻസ് അല്ലെ. എങ്ങനെയാണ് ആംഗ്രി പേഷ്യൻസിനെ നമ്മൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ അതിന്റെ ഇംപ്ലിമെന്റേഷൻ എങ്ങനെയൊക്കെയാണ് അവർ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ നോക്കിയായിരുന്നു. ദെൻ ഫോർത്ത് പോയിന്റ് ആണ് നമ്മളിപ്പോ പറഞ്ഞത് ടു ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ്, അല്ലെ പേഷ്യന്റിന്റെ എക്സ്പീരിയൻസിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ദെൻ അതിന്റെ നമ്മളൊരു പിരമിഡ് പോലെ നോക്കി അല്ലെ, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പേഷ്യന്റ് എക്സ്പീരിയൻസ്, ജേണി, പേഷ്യന്റ് സെൻട്രിക് സർവീസസ്, ഈ ഒരു ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞു എങ്ങനെയൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. കുറച്ച് പോയിന്റ്സ് ആയിട്ട് നമ്മൾ വാട്ട് ഹോസ്പിറ്റൽ ക്യാൻ ഡു ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ്, എങ്ങനെയൊക്കെ നമുക്കത് ഇംപ്രൂവ് ചെയ്യിക്കാൻ പറ്റുന്നു നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. ദെൻ ഇനി ഒരു 5th പോയിന്റും കൂടി നമുക്കുണ്ട്. 5th പോയിന്റ് ഒരു കുറച്ചുണ്ട്. ഒരു 5th പോയിന്റ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ദെൻ വേറൊരു സെക്ഷനാണ് അടുത്തത് വരുന്നത് കേട്ടോ. ഓക്കെ, ഇത് കുറച്ചും കൂടി ഉണ്ട്. ഇത് ഇത്തിരി ലോങ് ആൻഡ് ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും എടുത്തത് ക്ലിയർ ആയോ? കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു ചാപ്റ്റർ അല്ലെ. നമ്മള് മറ്റേ കോമൺ ആയിട്ട് പറയാത്ത കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് അല്ലെ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? കുറച്ച് തോന്നിയോ? കുഴപ്പമില്ല. ഓക്കെ, കുഴപ്പമില്ല. നമ്മളത് എല്ലാ ചാപ്റ്ററും നമുക്ക് ഈസി ആവണമെന്നില്ലല്ലോ. കുറച്ച് ടഫൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർ ആ കാര്യം മാത്രം മനസ്സിലാക്കാം. നിങ്ങൾക്ക് എക്സ്ട്രാ നമുക്ക് അധികം എഴുതാനൊന്നും വരുന്നില്ലല്ലോ. ഒബ്ജക്റ്റീവ് ആയതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന നോട്ട് തന്നെ എന്ത് ചെയ്യുക, ഇതൊന്ന് ബൈപ്പാട്ട് ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് പഠിച്ചാൽ മാത്രം മതി കേട്ടോ. നമുക്ക് കുറച്ച് എടുക്കുന്നത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ കാരണം പെട്ടെന്ന് ഓടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടാക്കും. സോ നമ്മൾ ഇന്ന് ഇത്ര എടുക്കുന്നുള്ളൂ. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിലാണ് നമ്മൾ 5th പോയിന്റ് നോക്കും. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇവിടെ വരെ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ടൊക്കെ വായിക്കുക. ദെൻ ഇതുകൂടി ഒന്ന് പറ്റുവാണെങ്കിൽ ഈ ഒരു പാരഗ്രാഫ് കൂടി ഒന്ന് വായിച്ചിട്ട് വരിക കേട്ടോ. വായിച്ചൊന്ന് വെച്ചേക്കാം. ഈ ഒരു 5th പോയിന്റ് കൂടി ഒന്ന് വായിച്ചു വെച്ചേക്കാം കേട്ടോ. Okay, miss. Thank you, miss. Okay. Thank you all.